അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ എച്ച്എമ്മിനെ ക്ഷണിച്ചോളൂ. സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പ്രത്യേകത? വായനാ ദിനം അല്ലേ? വായിച്ച് വളരുക എന്നുള്ള സന്ദേശമാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. ആരുടെ ഓർമ്മ ദിനമാണ് ഈ നമ്മുടെ വായനാ ദിനമായി ആചരിക്കുന്നതെന്നറിയാവോ? പഠിക്കുന്നത് അദ്ദേഹം ആരായിരുന്നു എന്നറിയാവോ? ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. നമ്മുടെ പോലെയുള്ള ഒരു LP സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാ മനുഷ്യരും, എല്ലാ മലയാളികളും വായനയെ കൂടുതൽ വായിച്ച് അറിവുള്ളവരായി തീരുക എന്നുള്ളത്. ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രന്ഥശാല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? വായനശാല, ലൈബ്രറി അല്ലേ? അത് തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണ് അദ്ദേഹം ഒരു വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? വ്യായാമം ചെയ്യാറുണ്ട് അല്ലേ? വ്യായാമം എങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്? നടക്കാൻ പോവാറില്ലേ? ജിമ്മിൽ പോവാറില്ലേ? ചിലർക്ക് സുംബ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകാറുണ്ട്. ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി പല പല വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പല രീതിയിൽ യോഗ ചെയ്യുന്നുണ്ടല്ലോ, യോഗ. അതുപോലെ നമ്മുടെ മനസ്സിനും എന്താവശ്യമാണ്? വ്യായാമം ആവശ്യമാണ്. മനസ്സിന്റെ വ്യായാമത്തിന് വേണ്ടി നാം എന്താണ് ചെയ്യുകയെന്നറിയാമോ? വായിക്കണം അല്ലെ? നന്നായി വായിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകളൊക്കെ ജീവിപ്പിക്കാൻ, അത് നല്ല ഉഷാറാക്കാൻ കഴിയുള്ളൂ. അപ്പൊ കൊച്ചുകുട്ടികളായ നമുക്ക് എല്ലാവർക്കും നന്നായി വായിച്ച് നല്ല കുട്ടികളായിട്ട്, നല്ല അറിവുള്ള കുട്ടികളായിട്ട് തീരാൻ ശ്രമിക്കണം. ഇന്നത്തെ ദിവസം നമുക്ക് ആരെ ഓർക്കാം? ആരെയാ ഓർക്കേണ്ടുന്ന ദിവസം? ഇതിനു വേണ്ടി പ്രയത്നിച്ച ശ്രീ പ്രിയൻ പണിക്കരെ ഓർത്തുകൊണ്ട് നമുക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത വിധം നല്ല കുട്ടികളായി വായിച്ചു വളരുവാൻ ശ്രമിക്കാം. ഓക്കെ, വായിച്ചു വളരണേ. പണ്ട് പണ്ട് ഒരു തേനീച്ച ഒരു തടാകത്തിലെ വെള്ളത്തിൽ വീണു. അവൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ വളരെ പ്രയാസപ്പെട്ടു. ഇത് കാരണം അവന്റെ ചിറകുകൾ നനഞ്ഞു പോയി. ഇത് കാരണം അവന് പറക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ഒരു മരത്തിൽ, ഒരു മരക്കൊമ്പിൽ ഒരു മാടപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് കണ്ടു. ജീവന് വേണ്ടി പോരാടുന്ന തേനീച്ച അവൾ
തേനീച്ചയിൽ കയറി ഇരുന്നിട്ട് മാടപ്രാവ് അതിന്റെ കൊക്ക് വെച്ച് കരയിൽ കൊണ്ട് നിർത്തി. കുറച്ചു സമയത്തിന് ശേഷം മാടപ്രാവ് ആ മരക്കൊമ്പിൽ ഇരുന്ന് ഉറങ്ങാണ്ടായിരുന്നു. ഒരു വികൃതിയായ ചെറുപ്പം വന്ന് മാടപ്രാവിനെ അപായപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ട തേനീച്ച അവന്റെ കയ്യിൽ ആഞ്ഞു കുത്തി. ഇത് കാരണം അവൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. സൗണ്ട് കേട്ട കാരണം മാടപ്രാവ് ഉണർന്നു. അവൻ അവിടെ കണ്ടു മാടപ്രാവ് ആ മരക്കൊമ്പിൽ അവിടെ പറന്നുപോയി. നന്മ ചെയ്താൽ അതെന്നെ തിരിച്ചു കിട്ടും. നന്മ ചെയ്താൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. താങ്ക് യു മൈഡിയ. അറിയേണ്ടവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതയെ അനുബന്ധിച്ച് ഒരു പ്രതിജ്ഞ ചെല്ലാനുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വായനാ ദിനപ്രതിജ്ഞ. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. ഒരു കൊച്ചു മണിക്കിടെ ഒരു കഥയിൽ കൂടി കേട്ടാലോ? ഒരു ദിവസം രണ്ട് കാക്കകളുണ്ടായിരുന്നു. ഒരു ചിന്നക്കാക്കയും ഒരു മിന്നുക്കാക്കയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പറന്നു വരികയായിരുന്നു. അപ്പോ അവരൊരു തർക്കം. ഞാനാണ് സുന്ദരി, ഞാനാണ് സുന്ദരി. അപ്പോ ചിന്നുക്കാക്ക പറഞ്ഞു, നമുക്കൊരു മത്സരം നടത്തിയാലോ? കാലിൽ സഞ്ചി തൂക്കി ഉയരത്തിൽ പറക്കുന്ന ആളാണ് വിജയി. നോക്കാം. ഈ ചിന്നുക്കാക്ക ഒരു ദുഷ്ടൻ കാക്കയായിരുന്നു. ആ സഞ്ചിയിൽ കനമില്ലാത്ത പഞ്ഞിയും മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ ഉപ്പും നിറച്ച് വെച്ച് അവര് പറക്കാൻ തുടങ്ങി. ആനന്ദിന്റെ ഒരു കവിത കേൾക്കാട്ടോ. പൂച്ച നല്ല പൂച്ച, നിറ്റുള്ള പൂച്ച, പറയാൻ വേണ്ടി നെയ്തലിനെ ക്ഷണിക്കുന്നു. ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള ജനത്തെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ അതുല്യ പ്രതിഭ P.N. പണിക്കരുടെ ജന്മദിനം. P.N. പണിക്കരോടുള്ള ആദരസൂചകമായി 1996 മുതൽ കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞാലോ കൂട്ടുകാരെ? അറിവ് വർദ്ധിപ്പിക്കൽ. വായനയിലൂടെ നമുക്ക് നവീനമായ അറിവുകൾ നേടാം. കഥകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളും ഒരേ സമയം വായിക്കാം. ചിന്താശേഷി വികസനം. പുസ്തകങ്ങൾ വായിക്കുന്നത് ചിന്താശേഷി വിപുലീകരിക്കാൻ സഹായിക്കുന്നു. കൃതികളും ഉള്ളടക്കം മനസ്സിലാക്കി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. സാഹിത്യ പാരമ്പര്യം മനസ്സിലാക്കുക. മലയാള ഭാഷയിലെ സമ്പന്നമായ സാഹിത്യ പാരമ്പര്യം വായനയിലൂടെ മനസ്സിലാക്കാം. മഹാകവികളുടെ കൃതികൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ഭാഷാജ്ഞാനം സമ്പുഷ്ടമാകും.
കൊളത്തിന്റെ അപ്പച്ചാട്ട് കൊണ്ടുവന്നു. കൊച്ചു കഴിഞ്ഞപ്പോൾ അവൻ തേനീച്ച വായിച്ചു കഴിയുമ്പോ ഇവിടെ അലമാര എഴുതുന്നത്. അപ്പൊ ദിവസവും രാവിലെ വരുമ്പോ ആ ബുക്ക് എടുത്ത് നമുക്ക് വായിക്കാം. അപ്പൊ കുറെ ബുക്ക് ഉണ്ടാവില്ലേ, നമ്മുടെ ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 20 ബുക്കെങ്കിലും ഇവിടെ വരൂലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും 20 ബുക്ക് വായിക്കാൻ പറ്റും. കേട്ടോ എല്ലാവരും? നമ്മുടെ ഈ പരിപാടികൾ വൈകിയാണ്. ഇവിടെ വന്ന് നമ്മുടെ പരിപാടി മനോഹരമായി നടത്താൻ സഹായിച്ച എച്ചമിനും ലിതാമിസിനും എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞോളൂ. താങ്ക് യു.